നല്ല കുറേ അനുഭവങ്ങളും കുറേ ഐശ്വര്യവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വീട് പണി ആഗ്രഹിക്കുന്നവർക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് മോടി പിടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർക്കും പുതിയതായി ഒരു വാഹനം വാങ്ങണം എന്ന് ചിന്തിക്കുന്നവർക്കുമൊക്കെ തന്നെ അതിൻ്റെ അനുകൂലമായ ഒരു സമയവും ഭാഗ്യവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം എന്ന് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ പുരസ്കാരങ്ങളും അതുപോലെ ബഹുമതികളുമൊക്കെ ലഭിക്കാവുന്ന ഒരു അവസരം കൂടിയാണ്. JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ അപൂർവമായ ഗ്രഹയോഗം 2025 മാർച്ച് 29 മുതൽ ഏപ്രിൽ 13 വരെ മീനൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹുവും ഇങ്ങനെ ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിക്കുമ്പോൾ അല്ലെങ്കിൽ സംഗമിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് കർക്കിടകൻ രാശിക്കൂറുകാരായ പുണർന്ന 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും വേണ്ടിയുള്ള ഫലമാണ് പറയുന്നത്. കർക്കിടകത്തിൻ്റെ രാശാധിപൻ ചന്ദ്രനാണ്. മാർച്ച് 29 കർത്തവാവ് ദിവസം ആയതുകൊണ്ട് ചന്ദ്രന് പക്ഷബലമില്ല. കാരണം മാർച്ച് 29 മുതലാണല്ലോ ഈ ഗ്രഹയോഗം ആരംഭിക്കുന്നത്. ഏപ്രിൽ ഏതാണ്ട് 7-ാം തീയതി മുതൽ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രന് അല്പം ബലമൊക്കെ മധ്യബലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബലം കൂടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. മാർച്ച് 29-30 തീയതികളിൽ മീനത്തിൽ സഞ്ചരിക്കുന്ന ഈ 2 ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ദുർബലനായ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബലമില്ലാത്ത ചന്ദ്രൻ 9-ാം ഭാവത്തിൽ ശുഭഫലമൊന്നും വലുതായിട്ട് നൽകില്ല. അതുപോലെ തന്നെ സൂര്യനും ബുധനും ശുക്രനും ശനിയും രാഹു ഇത്രയും ഗ്രഹങ്ങൾ മീനം രാശിയിൽ 9-ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ്. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ 9-ാം ഭാവത്തിലെ സൂര്യൻ അത്ര വലിയ പ്രയോജനമൊന്നും അല്ലെങ്കിൽ ഒരുപാട് ഗുണമൊന്നും നൽകുന്ന ഒരു കാര്യമല്ല. 9-ാം ഭാവം എന്ന് പറയാൻ പിതാവിനെ സംബന്ധിച്ചും പിതൃജനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ സന്താനങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ സർക്കാരിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഈ ആദിത്യനെ കൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അല്പം വിഷമതയുണ്ടാകും. അതുപോലെ മാനസിക പ്രയാസങ്ങളുണ്ടാകും. ആരോഗ്യ സംബന്ധമായ ചില വിഷമതകൾ വരാം. പിന്നെ സർക്കാർ ജോലിയിലോ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും അത്ര നല്ല സമയം എന്ന് പറയാനില്ല. പിന്നെ പിതാവിനെ സംബന്ധിച്ച് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം വരാം, അല്ലെങ്കിൽ പിതാവുമായി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, ഭിന്നത വരാം. ഇതെല്ലാം തന്നെ ഈ സൂര്യനെ സംബന്ധിച്ച് 9-ാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത് സൂര്യനെ സംബന്ധിക്കുമ്പോൾ അത്ര മെച്ചമല്ല. അതുപോലെ തന്നെ ചന്ദ്രന് ബലവുമില്ല, 9-ാം ഭാവത്തിൽ നിൽക്കുന്നതും അത്ര വലിയ ഗുണമൊന്നുമല്ല. നീചത്തിലെ ബുധൻ വക്രഗതിയില്ല. മീനൻ രാശിയിൽ പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ നീചരാശി ആണെങ്കിലും വക്രഗതിയെ പ്രാപിച്ച് നിൽക്കുന്നത് കൊണ്ട് അല്പം മെച്ചമൊക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായൊക്കെ ഉണ്ടായിരുന്ന ഒരു അകൽച്ചയൊക്കെ ഒന്ന് മാറിക്കിട്ടും. വിദ്യാഭ്യാസപരമായി പഴയതിൽ നിന്ന് കുറച്ചുകൂടി ഒരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഉഴപ്പി അടിച്ചൊന്നുമില്ലാതെ വെറുതെ സമയം കളഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടണം, കുറേ കൂടി നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരു സമയം. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി വിദേശവാസവും മറ്റു കാര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്ന ഒരു സമയമാണ്. ബുദ്ധിപരമായി പല പുതിയ തീരുമാനങ്ങളും എടുക്കാം. പഠനത്തിനും ജോലി സംബന്ധമായിട്ടുമൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അലംഭാവവും അലസതയൊക്കെ ഒന്ന് മാറി കുറേ കൂടെ പ്രായോഗികമായും പ്രാക്ടിക്കലായും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിട്ട് വരാം. ഗ്രഹസംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ്. വീട് പണി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വീട് പണി പകുതിയായി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചവർക്കുമൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാനും പാല് കാച്ചാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വരും. അതുപോലെ വീടൊന്ന് മോടി പിടിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വീട്ടിൽ കുറേ വീട്ടുപകരണങ്ങളൊക്കെ ഒന്ന് മേടിച്ച് കുറേ കൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്കും അതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ വേറെ കാര്യമെന്ന് പറയുമ്പോൾ ശുക്രൻ ഉച്ചരാശിയിലാണ്, മീനത്തിലാണ്. അതും വക്രഗതിയെ പ്രാപിച്ച് നിൽക്കുന്നതുകൊണ്ട് ശുക്രന് സാഹിത്യ കലാരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബുധനുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ സാഹിത്യ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതായത് ഇച്ചിരി പേരും പെരുമയുള്ളവർക്കും കഴിവുള്ളവർക്കും ഒക്കെ അവരുടെ കഴിവ് തെളിയിക്കാനും
നല്ല അവസരങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ പുരസ്കാരങ്ങളും പാരിതോഷികങ്ങളും മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാനും പേരും പെരുമയൊക്കെ ഉണ്ടാകാനും ഒക്കെ പറ്റിയ ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ മേന്മയുണ്ടാകും. പലരിൽ നിന്നും പല വിധത്തിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ലാഭം നമുക്ക് പ്രതീക്ഷിക്കാം. ധാർമ്മികമായ പല കാര്യങ്ങളിലും തടസ്സവും വരാം. പ്രതീക്ഷിക്കാതെ പല തടസ്സങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ട് എന്നതും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുപോലെ പിതൃതുല്യരായവർക്കും അതുപോലെ വൃദ്ധജനങ്ങൾക്കും നല്ല സമയമല്ല. സ്ത്രീകൾക്കും യുവതീ യുവാക്കൾക്കും അല്പം മെച്ചപ്പെട്ട സമയമാണ്. ബന്ധുക്കളുടെ ഇടയിൽ ചില നീരസങ്ങളും സൗന്ദര്യ പിണക്കവും ഒക്കെ ഉണ്ടാകാം. അങ്ങോട്ട് പ്രത്യേകിച്ച് ആരോടും ശത്രുതയൊന്നും തോന്നിയില്ലെങ്കിലും, അതായത് ചന്ദ്രന് ശത്രുതയില്ല, ഒരു ഗ്രഹങ്ങളോടും ശത്രുതയില്ല. എന്നാൽ ചന്ദ്രനെ ശത്രുവായി കാണുന്ന ചില ഗ്രഹങ്ങളുണ്ട്. അത് ബുധനും അതുപോലെ ശുക്രനും ശനിയൊക്കെ ചന്ദ്രനെ ശത്രുവായി കാണുന്നവരാണ്. അപ്പോൾ അങ്ങോട്ട് ശത്രുത ഇല്ലെങ്കിലും ഇങ്ങോട്ട് കൂടെ നിന്നവരും പരിചയക്കാരും ബന്ധുക്കളുമൊക്കെ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണാനുള്ള ഒരു സാഹചര്യം വരും. പിന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ചില നല്ലതും കുറേ മോശം ഫലങ്ങളും ഒക്കെ പറയുമ്പോഴും വ്യാഴം ലാഭസ്ഥാനത്ത്, അതായത് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ 11ാം ഭാവാധിപൻ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ലാഭമുണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പറയുന്ന സമയം. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ വസ്ത്രലാഭം, സ്വർണ്ണലാഭം, ഭക്ഷണം സുഖം, സ്ത്രീ സുഖം, ഇങ്ങനെയുള്ള ആഡംബര സുഖ സൗകര്യങ്ങളിലൊക്കെ ഒന്ന് മുഴുകാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരവും ഇതിനിടയിലൂടെ വരും. പിന്നെ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപാട് ഉണ്ടെങ്കിൽ, കാരണം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പിന്നീട് ജന്മരാശിയിലേക്ക് കർക്കിടകത്തിലേക്ക് വരും, നീചനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ സൂചിപ്പിക്കും, ഭൂമിയെ സൂചിപ്പിക്കും, അങ്ങനെ പലതും സൂചിപ്പിക്കും. അപ്പോൾ ഭൂമി സംബന്ധമായ ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നവർക്ക്, അതായത് ഭൂമി വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിട്ടിരുന്നവരോ അല്ലെങ്കിൽ ഒന്ന് വിറ്റെന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചവരോ അത് ചിലപ്പോൾ സാധിച്ചേക്കാം. അതുപോലെ ഭൂമി പണയം വെച്ച് സാമ്പത്തികമായിട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തവർ അതിന് തടസ്സം വരികയും ലോണായിട്ട് അത് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരികയൊക്കെ ചെയ്തവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിട്ട് തന്നെ വരാം. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർക്ക് പ്രഷർ ഉണ്ടാകാം. കാരണം നിയമ നടപടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഉടനെ ഇതൊക്കെ പരിഹരിക്കണം എന്നൊക്കെയുള്ള ചില നിയമപരമായ നിർദ്ദേശങ്ങളും നോട്ടീസും ഒക്കെ വരാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സമയം. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായ ധനച്ചിലവും ധനനഷ്ടവും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചത്. പിന്നെ സ്വർണ്ണലാഭത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വർണത്തിൻ്റെ നഷ്ടവും പറയുന്നുണ്ട്, സ്വർണത്തിൻ്റെ ലാഭവും പറയുന്നുണ്ട്. ഇതിൽ ഏപ്രിൽ 3 മുതൽ ചൊവ്വ കർക്കിടകത്തിൽ ജന്മരാശിയിലാണ് നിൽക്കുന്നത്. അപ്പം മാനസികമായ പിരിമുറുക്കവും ടെൻഷനും ഏതെങ്കിലും തരത്തിൽ മുറിവ്, ചതവ്, വീഴ്ച മുതലായവ, കാരണം ജന്മരാശിയിലെ ചൊവ്വയാണ്. അപ്പോൾ അപകട സാധ്യതയും ചതവ്, മുറിവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അതുപോലെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഏതെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങളോ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ശരീരത്തിന് ഇച്ചിരി ചൂട് അനുഭവപ്പെടുക, ശ്വാസം മുട്ടൽ വരിക, കഴുത്തിന് വേദന വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ ചിലർക്ക് വരാം. സഹോദരങ്ങളുമായിട്ട് പല തർക്കങ്ങളും ചില വഴക്കുകളും ഒക്കെ ഉണ്ടാകാം. മീനത്തിലെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, കാരണം മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന്, ചന്ദ്രന്, ബുധന്, ശുക്രന്, ശനിയെ, രാഹു 6 ഗ്രഹങ്ങളാണ്. അതിൽ ചന്ദ്രന് ബലമില്ലാതെ നമ്മൾ തള്ളിക്കളഞ്ഞു. സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഈ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, മീനത്തിലെ രാഹു പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് എന്ന് പറയുമ്പോൾ 9ാം ഭാവത്തിലാണ്. അപ്പോൾ പിതാവുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിതൃതുല്യരുമായിട്ടായിരിക്കാം, സന്താനങ്ങളുമായിട്ടായിരിക്കാം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ. കാരണം അവരുടെ പല സ്വഭാവങ്ങളും പല പോക്കും പല രീതികളും ഒന്നും ഇഷ്ടപ്പെടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ വിമർശിക്കുകയും അതൊരു കലഹമായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്യാം. ഒരുപക്ഷെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം മോശമായ ഒരു സാഹചര്യം വന്നാലും മതി. കാരണം അലർജി, അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ, ഷുഗർ, പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് അല്പം കൂടുകയോ ഒന്ന് തീവ്രമാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പിതാവിനും അതുപോലെ പിതൃജനങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ചൊവ്വയുടെയും രാഹുവിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പല കാര്യത്തിലും ഒരു എടുത്തിച്ചാട്ട സ്വഭാവം കാണിക്കും. എന്ന് പറയുമ്പോൾ ഒരു ക്ഷമ പല കാര്യത്തിലും
വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ആ ഇഷ്ടപ്പെടാഴി കൊണ്ട് പലരും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാനും ശത്രുത ഉള്ളിൽ വയ്ക്കാനും ഒക്കെ ഉള്ള കാരണങ്ങൾ വരും. ഏത് കാര്യത്തിലും ക്ഷമ കുറവാണ്. വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നടക്കണം എന്നൊരു പിടിവാശി, ഒരു നിർബന്ധശീലവും ഒക്കെ ചിലർക്കൊക്കെ ഉണ്ടാകാം. എല്ലാവരുടെയും കാര്യം പറയുന്നില്ല എങ്കിലും. അതുപോലെ എവിടെയും സ്വന്തമായിട്ടൊരു മേൽക്കോയ്മ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു നേതൃത്വം അല്ലെങ്കിൽ തൻ്റെ കീഴിൽ ആയിരിക്കണം കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്ത. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. പൊതുവേദിയിലും പൊതുസ്ഥലത്തും ഒരു പ്രധാനിയായിട്ടൊക്കെ നിൽക്കണം എന്ന ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതുപോലെ ചില ചിട്ടകളും രീതികളുമൊക്കെ മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാനും ശ്രമിക്കും. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. സ്വന്തം തെറ്റുകുറ്റങ്ങൾ എന്നാൽ ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകത്തുമില്ല. പലപ്പോഴും ഉദാരമതിയായി ഞാൻ വളരെ സഹായമൊക്കെ ചെയ്യുന്ന ആളാണ്, ഉദാര മനസ്കനാണ് എന്നൊക്കെ തെളിയിക്കുന്ന രീതിയിൽ ചില സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനും ഇവരാഗ്രഹിക്കും. നല്ല ബുദ്ധിയും പ്രതിഭയും ഉണ്ടായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നു പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അടുപ്പിക്കാൻ പാടില്ലാത്തവരെയും ചിലപ്പോൾ ഇവരെ അടുപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരുമായിട്ടൊക്കെ ഒരു ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ജന്മരാശിയിലെ ചൊവ്വ തുടക്കത്തിലൊക്കെ നല്ലതാണെങ്കിലും ഈ ചൊവ്വയും ബുധനും ചില ഗുണങ്ങളൊക്കെ ചെയ്യും. കാരണമെന്ന് പറയുന്നത് ബുധൻ വക്രഗതിയെ പ്രാപിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ നീചരാശിയിൽ കർക്കിടക രാശിയിൽ ആയതുകൊണ്ട് ശശിമംഗള യോഗം പോലെയുള്ള അത്തരം യോഗങ്ങളുടെ ഒരു ചെറിയ ചില ഫലങ്ങളൊക്കെ, കാരണം ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നതാണ് ശശിമംഗള യോഗം. എന്നാൽ കർക്കിടകൻ രാശിയിൽ ചൊവ്വ വരുമ്പോഴും അതിൻ്റേതായ ചില ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ചെറിയ ചില ഗുണങ്ങളും നമുക്കുണ്ടാകും. ഇതെല്ലാം ഈ ചൊവ്വയുടെ ഗുണമൊക്കെ ലഭിക്കണമെങ്കിൽ ചന്ദ്രൻ അല്പം ബലം വേണം. അപ്പോൾ ഏപ്രിൽ ആദ്യ ആഴ്ച ശേഷമോ അല്ലെ ആദ്യത്തെ ആഴ്ചയുടെ അവസാനമോ ഒക്കെ ആയിരിക്കും ഇത് കൂടുതലും ലഭിച്ചു തുടങ്ങുന്നത്. കർക്കിടകൻ രാശിക്കാർക്ക് 9 സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹുവും ഇത്രയും ഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രനും ഒരു പരിധി വരെ ബുധനും ഗുണം ചെയ്യും. ശുക്രൻ നല്ല ഭാവത്തിലാണ്. ശുക്രനെ സംബന്ധിക്കുന്ന ആഡംബര ജീവിതവും സൗഭാഗ്യങ്ങളും ഒക്കെ ഈ പറയുന്ന സമയത്ത് ലഭിക്കുക. അതുപോലെ തന്നെ ബുധൻ വക്രഗതിയിൽ അല്പം ഗുണമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നീചരാശിയാണെങ്കിലും അങ്ങനെയൊക്കെ നിൽക്കുക. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ച്, മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും, ഒരുപാട് ഗുണങ്ങളൊന്നും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് ലഭിക്കാനുമില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഗുണം നൽകാൻ കഴിവില്ലാത്തവരായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവരുടെ ബന്ധങ്ങളും ബലങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവയ്ക്കുക, അതുപോലെ പരസ്പരം സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ. എന്നാലും ഇത്രയെല്ലാ സംഭവങ്ങളും ഉണ്ടായാലും 11 വ്യാഴം നിൽക്കുന്നു എന്നത് എല്ലാ കാര്യത്തിനും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഇവർക്ക് ഒരു ദൈവാധീനം ലഭിക്കും എന്നതാണ്. ആണ് ആഗമന സ്ഥാനം. അപ്പം വ്യാഴത്തിൻ്റെ ആ ഒരു 9ാം ഭാവാധിപനാണ്. 9ാം ഭാവാധിപൻ 11 നിൽക്കുമ്പോൾ എന്തെല്ലാം ഭാഗ്യദോഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും അതൊക്കെ ഒന്ന് തട്ടിത്തെറിച്ചു പോയി അതിൻ്റെ തീവ്രതയൊക്കെ കുറച്ചെങ്കിലും ഭാഗ്യം നമുക്ക് ലഭിക്കുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്നു. ഇതിൻ്റെ ഗുണം ഇതുപോലെ ലഭിക്കണമെങ്കിൽ എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ല നിലയിൽ ഇഷ്ടസ്ഥാനത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് ഈ പറഞ്ഞ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ കുറവുണ്ടാകാനും ഉള്ള സാഹചര്യം വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.